കുഞ്ഞുമണികൾ കഥ കേൾക്കാൻ റെഡിയാണോ? ഇന്ന് നമുക്കൊരു നാടോടി കഥ കേൾക്കാം. എന്താണ് നാടോടി കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല നാടുകളിൽ നിന്നുള്ള കഥകൾ അല്ലെ. ഓരോ നാട്ടിലും അവരുടേതായ ചില കഥകൾ ഉണ്ടാവും. അത്തരത്തിൽ ഇംഗ്ലണ്ടിൽ നിന്നുള്ളൊരു കഥയാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. എന്നാൽ ഈ കഥ ഇംഗ്ലീഷിലല്ല, നമ്മുടെ സ്വന്തം ഭാഷയായ മലയാളത്തിലാണ് നമ്മളിത് കേൾക്കാൻ പോകുന്നത്. കഥയുടെ പേരെന്താണെന്നറിയോ? മുറിഞ്ഞുപോയ വാൽ. ആരുടെ വാലായിരിക്കും മുറിഞ്ഞു പോയത്? കൂട്ടുകാരൊന്ന് ചിന്തിച്ചു നോക്കിയേ. ആരുടെയൊക്കെ പേരാണ് മനസ്സിലേക്ക് വരുന്നത്? കൂട്ടുകാരും മനസ്സിൽ വിചാരിച്ച ആളുടെ വാലാണോ മുറിഞ്ഞു പോയതെന്ന് നമുക്ക് ഈ കഥ കേട്ടു നോക്കാം. ധാന്യപ്പുരയുടെ കോണിലിരുന്ന് ഒരെലിയും പൂച്ചയും പലതരം കളികളിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. എന്താണ് ധാന്യപ്പുര എന്ന് വെച്ചാൽ? ധാന്യം എന്താണെന്ന് കുഞ്ഞുമണികൾക്കറിയാമോ? അതായത് നമ്മുടെ അരി, ഗോതമ്പ്, ഇതൊക്കെ ധാന്യങ്ങളാണ്. ഇംഗ്ലീഷിൽ നമ്മൾ ഗ്രെയിൻസ് എന്ന് പറയും. അപ്പോ ഈ ധാന്യങ്ങൾ, അരിയും ഗോതമ്പും ഒക്കെ നമ്മൾ സൂക്ഷിച്ചു വെക്കുന്ന ഒരു ധാന്യപ്പുര. അതിന്റെ കോണിലിരുന്നാണ് ആരൊക്കെ കളിക്കുന്നത്? ഒരെലിയും പൂച്ചയും. അപ്പോ ആരും കയറാതിരിക്കാൻ വേണ്ടിയിട്ടും സുരക്ഷിതമായിട്ട് ധാന്യങ്ങൾ വെക്കാൻ വേണ്ടിയിട്ടുമാണ് ധാന്യപ്പുര. പക്ഷേയും അവിടെ ആരാണ് കടന്നു ചെന്നിരിക്കുന്നത്? നമ്മുടെ എലിക്കുട്ടന്മാരല്ലേ. ഇത്തവണ കൂട്ടത്തിൽ ഒരു പൂച്ചയുമുണ്ട്. എന്നാലും കുഞ്ഞുമണികൾ ആലോചിക്കുന്നുണ്ടാവും, ഇതെങ്ങനെ ശരിയാവും? പൂച്ചയും എലിയും കൂട്ടുകാരാവുമോ? അവർ ഒരുമിച്ചിരുന്ന് കളിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും അവര് കുറച്ച് സ്നേഹത്തിലുള്ള പൂച്ചയും എലിയുമായിരിക്കും അല്ലേ. അപ്പോ അവര് രണ്ടുപേരും ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ പൂച്ച എലിയുടെ വാൽ കടിച്ചു മുറിച്ചു. അയ്യോ! എലി ഒരൊറ്റ നിലവിളി. അറ്റുപോയ വാൽ അവൻ വിട്ടുകൊടുക്കാതെ കൈവശം വെക്കുക കൂടി ചെയ്തു. പാവം എലിക്കുഞ്ഞിന് സങ്കടം സഹിക്ക വയ്യാതായി. പൂച്ച കുറിഞ്ഞാരെ, ദയവായി എന്റെ വാല് മടക്കി തരൂ, അവൻ അപേക്ഷിച്ചു. ഇല്ല, തരില്ല. വാല് വേണമെങ്കിൽ നീ പുള്ളി പശുവിന്റെ അടുത്ത് നിന്നും എനിക്ക് കുടിക്കാൻ ഇത്തിരി പാല് വാങ്ങിക്കൊണ്ടുവരൂ. കടുപ്പക്കാരനായ പൂച്ച നിർബന്ധം പിടിച്ചു. എലിക്കുഞ്ഞ് ഓടിയും ചാടിയും ഒടുക്കം പുള്ളിപ്പശുവിന്റെ അടുത്തെത്തി. പയ്യെ പയ്യെ, നീ എനിക്ക് ഇത്തിരി പാല് തരുമോ? അത് കിട്ടിയാലേ കുറിഞ്ഞാരെന്റെ മുറിഞ്ഞുപോയ വാലും മടക്കി തരൂ. പാല് തരാം, പക്ഷെ നീ അതിനു മുമ്പ് പാടത്ത് പോയി കൃഷിക്കാരനെ കണ്ട് എനിക്ക് തിന്നാൻ ഇത്തിരി വൈക്കോല് വാങ്ങിക്കൊണ്ടുവരൂ. എലിക്കുഞ്ഞിന്റെ ദൈന്യത കണ്ട് മനസ്സലിഞ്ഞ് പുള്ളിപ്പശു പറഞ്ഞു. എലിക്കുഞ്ഞ് ചാടിയും ഓടിയും വയലിൽ ചെന്ന് കർഷകനെ കണ്ടു. കൃഷിക്കാരാ, കൃഷിക്കാരാ, എനിക്കിത്തിരി വൈക്കോല് തരൂ. വൈക്കോല് കൊടുത്ത് പശുവിന്റെ പക്കൽ നിന്നു പാലും വാങ്ങി, പാല് കൊടുത്ത് പൂച്ചക്കുറിഞ്ഞാരുടെ കയ്യിൽ നിന്നും എന്റെ മുറിഞ്ഞുപോയ വാല് മടക്കി വാങ്ങാനാണ്. വൈക്കോൽ തരാം, അതിനു മുമ്പ് നീ അറവുകാരന്റെ പക്കൽ നിന്നും എനിക്ക് കുറച്ച് മാംസം വാങ്ങിക്കൊണ്ടുവരൂ, കർഷകൻ പറഞ്ഞു. എലിക്കുഞ്ഞു ചാടിയും ഓടിയും ഒടുക്കം ഇറച്ചി വെട്ടുകാരന്റെ അടുത്തെത്തി. അറവുകാരാ, അറവുകാരാ, എനിക്ക് ഇത്തിരി മാംസം തരൂ. അത് കൊടുത്ത് കൃഷിക്കാരനിൽ നിന്നും വൈക്കോൽ വാങ്ങി, വൈക്കോൽ കൊടുത്ത് പശുവിന്റെ പക്കൽ നിന്നും പാല് വാങ്ങി, പാല് കൊടുത്ത് പൂച്ചക്കുറിഞ്ഞാരുടെ കയ്യിൽ നിന്നും എന്റെ മുറിഞ്ഞുപോയ വാൽ മടക്കി വാങ്ങാനാണ്. ഞാൻ നിനക്ക് മാംസം തരാം, പക്ഷേ അതിനു മുമ്പ് നീ ബോർമക്കാരന്റെ അടുത്ത് നിന്നും എനിക്കൊരു റൊട്ടി കൊണ്ടുവന്നു തരൂ, ഇറച്ചി വെട്ടുകാരൻ പറഞ്ഞു. എലിക്കുഞ്ഞ് എന്ത് ചെയ്തു? എലിക്കുഞ്ഞ് ചാടിയും ഓടിയും ഒടുക്കം ബോർമക്കാരന്റെ അടുത്തെത്തി. ബോർമക്കാരാ, ബോർമക്കാരാ, എനിക്കൊരു റൊട്ടി തരൂ. റൊട്ടി കൊടുത്ത് അറവുകാരനിൽ നിന്നും മാംസം വാങ്ങി, മാംസം കൊടുത്ത് കൃഷിക്കാരനിൽ നിന്നും വൈക്കോൽ വാങ്ങി, വൈക്കോൽ കൊടുത്ത് പശുവിന്റെ പക്കൽ നിന്നും പാല് വാങ്ങി, പാല് കൊടുത്ത് പൂച്ചക്കുറിഞ്ഞാരുടെ കയ്യിൽ നിന്നും എന്റെ മുറിഞ്ഞുപോയ വാൽ മടക്കി വാങ്ങാനാണ്. എലിക്കുഞ്ഞിന്റെ അവസ്ഥ കണ്ട് ദയതോന്നിയ ബോർമക്കാരൻ സമ്മതിച്ചു. ശരി, നിനക്ക് ഞാനൊരു റൊട്ടി തന്നേക്കാം, പക്ഷേ എന്റെ ആഹാരത്തിലെങ്ങാൻ തലയിട്ടാൽ നിന്റെ കഥ കഴിക്കും, തീർച്ച. ഇത്രയും പറഞ്ഞുകൊണ്ട് അയാൾ എലിക്കുഞ്ഞിന് ഒരു റൊട്ടി എടുത്തു കൊടുത്തു. അവനത് അറവുകാരന് കൊടുത്തു. അയാൾ നൽകിയ ഇറച്ചി അവൻ കൃഷിക്കാരന് കൊടുത്തു. കൃഷിക്കാരൻ കൊടുത്ത വൈക്കോൽ അവൻ പശുവിന് നൽകി. പശു അവന് പാൽ കൊടുത്തു. പാൽ കുടിച്ച പൂച്ച സന്തുഷ്ടനായി എലിവാൽ മടക്കി കൊടുത്തു.
അങ്ങനെ പലരുടെയും നല്ല മനസ്സുകൊണ്ട് എലിക്കുഞ്ഞിന് തന്റെ മുറിഞ്ഞുപോയ വാൽ മടക്കി കിട്ടി. അതോടെ അവന്റെ നഷ്ടപ്പെട്ട സന്തോഷവും തിരികെ എത്തി. കുഞ്ഞുമണികൾക്ക് കഥ ഇഷ്ടമായോ? ഈ കഥ നമ്മൾ വായിച്ചത് മാതൃഭൂമി ബുക്സ് പുറത്തിറക്കിയ റിപ്പ് വാൻ വിങ്കിളും മറ്റു കഥകളും എന്ന പുസ്തകത്തിൽ നിന്നുമാണ്. എന്നെന്നും പ്രിയങ്കരമായ നാടോടിക്കഥകൾ കോർത്തിണക്കിയ ഈ മനോഹരമായ പുസ്തകം ഒരുക്കിയിരിക്കുന്നത് മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവയത്രി റോസ്മേരിയാണ്. ഈ പുസ്തകത്തിൽ ഇനിയും ഒരുപാട് രസകരമായ നാടോടിക്കഥകളുണ്ട്. ഇത് നിങ്ങൾക്ക് വായിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ പുസ്തകം നിങ്ങൾക്ക് മാതൃഭൂമി ബുക്ക് സ്റ്റോറുകളിൽ നിന്നും അല്ലെങ്കിൽ മാതൃഭൂമി ബുക്സിന്റെ ഓൺലൈൻ പോർട്ടലിൽ നിന്നും വാങ്ങാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും മറ്റൊരു കഥയുമായി കാണാം.